ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കെതിരായ രാഹുലിന്റെ അധിക്ഷേപത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്നലെ ഒരു പൊതുചടങ്ങിലാണ് രാഹുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെയും അപമാനിക്കുന്ന രീതിയിൽ വേദിയിൽ അഭിനയിച്ചു കാണിച്ചത്. രാഹുൽ നടത്തിയത് മോശം പരാമർശമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വിമർശിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയത്തിന് തെളിവാണിത് എന്നാണ് ബിജെപിയുടെ വിമർശനം. माइंड में घुस गया कि फॉरेन पॉलिसी इज दिस कि भाई फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस फॉरेन पॉलिसी. एक चीज पूछ सकता हूं? हाँ, मिलनी समझ के तो नहीं पकड़ा था? इनके माइंड में घुस गया कि फॉरेन पॉलिसी इज दिस कि भाई फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस फॉरेन पॉलिसी. एक चीज पूछ सकता हूं? हाँ, मिलनी समझ के तो नहीं पकड़ा था? इनके माइंड में घुस गया कि फॉरेन पॉलिसी इज दिस कि भाई फॉरेन पॉलिसी का मतलब इमेजिन द इग्नोरेंस फॉरेन पॉलिसी. एक चीज पूछ सकता हूं? हाँ, मिलनी समझ के तो नहीं पकड़ा था? ആദർശ് ടി എസ് ശരിയാണ്. ആദർശ്, അതായത് ഹിമന്ത ബിശ്വ ശർമ്മ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം തന്നെയാണ് രാഹുലിന്റെ വാക്കുകളിൽ പ്രതിഫലിച്ചത്. എങ്ങനെയാണ് ബിജെപി ഈ വിഷയത്തെ നേരിടാൻ പോകുന്നത്? രാഹുൽ വീണ്ടും തൻ്റെ പരാമർശത്തിലൂടെ വിവാദങ്ങളിൽ നിറയുകയാണ്. വിവാദങ്ങൾ മാത്രമല്ല, രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ നടത്തിയിരിക്കുന്ന ഈ പരാമർശം എന്ന് പറയുന്നത് കേവലം പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നതിനോ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ പരാമർശമോ അല്ല എന്നതിനപ്പുറം കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ സൗഹൃദ രാഷ്ട്രവുമായുള്ള നയതന്ത്ര ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് രാഹുൽ നടത്തിയ ഈ പരാമർശങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ നടത്തിയ പരാമർശം അപമാനകരവും ലജ്ജാകരവും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടത്തിയ രചനാത്മക കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ ഇത്തരമൊരു പരാമർശം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയതന്ത്ര തലത്തിൽ നടത്തുന്ന ഇടപെടലുകളെ പരിഹസിക്കുക എന്നതായിരുന്നു ഈ പരാമർശത്തിലൂടെയും ഈ ചേഷ്ടകളിലൂടെയും രാഹുൽ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇതൊക്കെ ഇപ്പോൾ രാഹുലിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബിജെപിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, നയതന്ത്ര വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് പോലും രാഹുലിൻ്റെ ഈ പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. രാഹുൽ കുറച്ചുകൂടി പക്വത കാണിക്കേണ്ട സമയമായിരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഒപ്പം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വിദേശ രാഷ്ട്ര തലവന്മാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ, അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള വിമർശനം അത് രാഹുലിനെതിരെ ഉയരുന്നത്. എന്തായാലും രാഹുൽ ഇപ്പോഴും തൻ്റെ പരാമർശങ്ങളിൽ, തൻ്റെ പ്രസംഗങ്ങളിലൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, പക്വതയില്ലാത്ത പരാമർശം, ഇതൊക്കെ തന്നെയാണ് നടത്തുന്നതെന്നാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ വിവാദ പരാമർശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ഈ അപക്വമായ നിലപാടുകൾ പൊതുവേദിയിൽ വിളിച്ചുകൂവി സ്വയം അപഹാസ്യരാവുകയാണ് കോൺഗ്രസും. ഒപ്പം തന്നെ രാഹുലും